ഹായ് ഓൾ. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് വയ്യായിരുന്നു. ഒന്നാമത് ജലദോഷമൊക്കെ ആയിരുന്നു. എൻ്റെ സൗണ്ട് ഇപ്പോഴും നേരായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ടൗണിൽ പോയപ്പോൾ PSC പള്ളിക്കൂടത്തിൻ്റെ ഒരു SCRTയുടെ പുതിയ പാഠപുസ്തകത്തിൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബുക്കാണ് കേട്ടോ. ഞാൻ അത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഓരോ പോയിന്റ്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്കത്തെ സമഗ്രയിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യണ ടെക്സ്റ്റ് ബുക്കത്തെ അതേപോലത്തെ PDF അല്ല, ഒരു ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കില്ലേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്, അതൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. PSC പള്ളിക്കൂടം ഞാൻ മുന്നേ ഫോളോ ചെയ്യുന്ന ഒരു ബുക്കായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പുതിയ ബുക്കിന്റെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചു. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ 3 ബുക്ക് കോംബോ ആയിട്ട് എനിക്ക് തോന്നുന്നു 500 രൂപയ്ക്കായിട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളത്. സോഷ്യൽ സയൻസ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഷോപ്പിൽ പോയപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ജനറൽ സയൻസും കൂടെ എനിക്ക് വാങ്ങണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോംബോ എനിക്ക് വാങ്ങാം, പക്ഷെ എനിക്ക് മാത്സിന്റെ ആവശ്യമില്ല. ഞാൻ മാത്സ് ഒരു ബുക്കും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ ജെറിൻ സാറിന്റെ ക്ലാസ് മാത്രം ഫോളോ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇപ്പൊ സൈല എടുത്തത് കൊണ്ട് അതിൽ മാത്സ് ഓൾറെഡി ഇസ്മായിൽ സാറും ജെറിൻ സാർ ഇതുവരെ ക്ലാസ് എടുത്തിട്ടില്ല, ഇസ്മായിൽ സാറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ അത് മാത്രം ഫോളോ ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് വേണ്ടാറുണ്ട്. എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പഠിക്കില്ല. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ മാത്സ് വേണ്ട, അപ്പൊ ഷോപ്പിൽ പോയിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ട് അവിടെ പോയപ്പോൾ ഇതൊന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോഷ്യൽ സയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി ബുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ ഉണ്ട്, പക്ഷെ ലിങ്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ള വാങ്ങിച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇപ്പോ സൈലത്തില് ക്ലാസ് ഒക്കെ തുടങ്ങി. ഇതിപ്പോ മാത്സ് ക്ലാസ് ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്സ് ഫസ്റ്റ് ക്ലാസ് ആണ്. LCM HCF ആണ്. ലസാഗു ഉസാഗിയാണ് ക്ലാസ് തുടങ്ങിയത്. അടിപൊളി ക്ലാസ് ആണ് കേട്ടോ. സൂപ്പർ ക്ലാസ് ആണ് അവരുടെ. ടീച്ചേഴ്സ് ഒക്കെ വൻ അടിപൊളി പറഞ്ഞാൽ അടിപൊളി. നമുക്ക് എങ്ങനെ മനസ്സിലാവേണ്ട രീതിക്ക് ബേസിക് ആയിട്ടുള്ള അത്രയും ലോ ലെവലായിട്ടുള്ള പിള്ളേർക്ക് എടുക്കണ പോലെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരുപാട് പേര് എങ്ങനെയുണ്ട് ക്ലാസ് എന്നൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മടുപ്പ്, PSC പഠിക്കുമ്പോൾ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് ഒന്നാമത്തെ കാര്യം. മടുപ്പില്ലാണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. ഞാൻ എന്നെ മുന്നേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് രണ്ട് കാര്യം കൂടെ എക്സ്ട്രാ പോയിന്റ്സ് കൂടെ ആഡ് ചെയ്തിട്ട്. ഓക്കെ. ആരൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നെന്ന് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന, നമുക്ക് ഒരു ഡേ തുടങ്ങുമ്പോൾ തന്നെ മെഡിറ്റേറ്റ് ചെയ്യണ ഒരു മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം, നിങ്ങൾ അത് ജസ്റ്റ് കാണുക കേട്ടോ. ഓക്കെ, അതിലോട്ട് നമുക്ക് വരാം. അപ്പോൾ എന്താ പറയാ, രാവിലെ നമ്മൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താ പറയാ, ഒരു എനർജി നമുക്ക് എന്തായാലും ഉണ്ടാവും. ഇന്നത്തെ ദിവസം നമുക്ക് ചിലവര് സ്വപ്നം കണ്ടിട്ട് 4 മണിക്ക് എണീക്കും, അല്ലെങ്കിൽ 3:30ക്ക് എണീക്കും. അങ്ങനെ എണീച്ചാൽ തന്നെ നമുക്ക് ആ ദിവസേ പോയി ഉറക്കം വന്നിട്ട്, അല്ലേ? അപ്പോൾ ഈ PSC പഠിക്കണത് ഇതേപോലെയാണ്. ഒരു ദിവസം എണീക്കണതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് PSC പഠിക്കാൻ ആ ദിവസം പഠിത്തം നമ്മുടെ മുന്നോട്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഫീൽ ചെയ്യണ കാര്യങ്ങളാട്ടോ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് എണീച്ചാൽ എന്താ പറയുക, അയ്യോ ഇത്രയും നേരം നമ്മൾ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ട്. നേരത്തെ എണീച്ചാൽ ഉറക്കം ശരിയാവാണ്ടുള്ള ബുദ്ധിമുട്ടുകളും. അപ്പോൾ എന്താ പറയാ, അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഞാനിപ്പോൾ PSC പഠിക്കാൻ തുടങ്ങിയപ്പോൾ സൈലത്തിൽ കോച്ചിങ് എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഒരാഴ്ച എനിക്ക് ഗ്യാപ്പ് വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു, ഗ്യാപ്പ് വന്നു. പക്ഷെ ഗ്യാപ്പ് വന്നതിന് ശേഷം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ആ ഗ്യാപ്പ് വരാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോ നിങ്ങൾക്ക് അത്രയും വയ്യ, ടയേർഡാണ്, അല്ലെങ്കിൽ പനിയാണ്, എന്തെങ്കിലും അങ്ങനെ വയ്യായിക ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഫോൺ എടുക്കുക അല്ലെങ്കിൽ പേപ്പർ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ബുക്ക് എടുക്കുക, എന്തെങ്കിലും ഒരു ബുക്ക്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. നമ്മൾ പഠിച്ചു എന്നൊരു ഫീല് നമ്മുടെ ഉള്ളിൽ വരുത്തുക. നമ്മൾ എന്നും പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ വരുത്തി നോക്കൂ. നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം നിങ്ങളെ ചോദിക്കും, എന്താ അപ്പം ഞാൻ അത്ര ദിവസം ഗ്യാപ്പ് എടുത്തുനിന്ന്? ഒന്നല്ല, എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് ദിവസങ്ങൾ ബിസി ആയിപ്പോയി, അതുകൊണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യാം, ഒരു ദിവസം പഠിക്കാൻ അത്രയും വയ്യ, ടയേർഡാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക. നമ്മുടെ ഉള്ളിൽ നമ്മൾ പഠിച്ചു എന്നൊരു ഫീല് നമ്മുടെ മൈൻഡിനെ, ഞാൻ ഒന്ന് നോക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് എന്നൊരു ഫീല് വെച്ച് നോക്കൂ.
പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ എടുക്കും. കാരണം കുറച്ച് ഒരു ദിവസം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ പഠിക്കില്ല. ഉറപ്പാണ്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഇന്ന് പഠിച്ചില്ല, ആ ഒരു ദിവസത്തെ പെൻഡിങ് ആയി, പിന്നെ നാളെയും പഠിക്കില്ല. പക്ഷേ വേണമെന്നുള്ളവർ എപ്പോഴാണെന്ന് വെച്ചാലും പഠിക്കും കേട്ടോ. രാത്രി പഠിക്കുന്നവരുണ്ട്, രാവിലെ പഠിക്കുന്നവരുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലവർ കുറേ ആലോചിച്ചിട്ട് സമയം കളയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നലകൾ, അതായത് കഴിഞ്ഞ പാസ്റ്റ് ആലോചിച്ചിട്ട് ഡിപ്രഷനിൽ ഇരിക്കുന്നവരുണ്ടാവും. വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്താ ആൻസൈറ്റിയിൽ ഇരിക്കുന്നവരുണ്ടാവും. പക്ഷെ നിങ്ങളൊക്കെ ഈ ഒരു നിമിഷം, ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, ഈ ഒരു നിമിഷത്തെ കുറിച്ച് എപ്പോഴെങ്കിലും സന്തോഷിച്ച നിമിഷങ്ങളുണ്ടോ? ഉള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. ഞാൻ ഇപ്പൊ വോയിസ് കൊടുത്തോണ്ടിരിക്കുകയാണ്, ഈ വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു നിമിഷം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കഴിഞ്ഞതും വരാൻ പോകുന്നതും ആലോചിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊക്കെ PC പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് വരും. ഉറപ്പാണ്, ഷുവറാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ പഠിക്കുന്നത്? എനിക്ക് ജോലി കിട്ടാൻ, എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ജോലി വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഒരു ചിന്ത കൊണ്ടുവന്നാൽ തന്നെ എന്താ പറയുക, നമ്മൾ സ്വയം ഇരുന്ന് പഠിച്ചു പോകും. പിന്നെ ഇപ്പോൾ ഓൺലൈൻ കോച്ചിങ് എടുത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് പെൻഡിങ് വരാണ്ടിരിക്കുക. ഓക്കെ, പെൻഡിങ് വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇപ്പം എനിക്ക് ഒരുപാട് ക്ലാസ് പെൻഡിങ് ആണ്. ഞാനത് ഞാൻ എപ്പോൾ കണ്ടു തീർക്കുന്ന ദൈവത്തിനറിയാം. കണ്ടു തീർത്തിട്ട് എത്തുന്നില്ല. ഇത് ഒരു ദിവസം 3 അല്ലെങ്കിൽ 5 ക്ലാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ക്ലാസ് വന്നു കഴിഞ്ഞാൽ, പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 5 ക്ലാസ് എന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ സൈലത്തിന് വേണ്ടി മാറ്റി വെക്കണം. നമുക്ക് പഠിക്കാൻ വേണ്ടി സമയം ഉണ്ടാവില്ല. സൈലത്തിനെ കുറിച്ച് ചോദിച്ചവരോടാട്ടോ ഞാൻ ഈ പറയുന്നത്. ബുദ്ധിമുട്ടുകളും ഉണ്ട്, അതിനനുസരിച്ച് ബെനിഫിറ്റുകളും ഉണ്ട്. ടീച്ചേഴ്സൊക്കെ വൻ അടിപൊളിയാണ്. പക്ഷെ എന്താ പറയാ, നമ്മള് അവരുടെ ഒപ്പം പോയാൽ തന്നെ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുന്ന എനിക്ക് ഷുവർ ആയിരുന്നു. പക്ഷെ ഞാൻ സൈലത്തിൽ കയറുന്നതിന് മുന്നേ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. കാരണം അവര് ഒരുപാട് പോർഷൻസ്, അതായത് ക്ലാസ് ഒരുപാട് എക്സാം സമയത്ത് ഇട്ട് തരും, റെക്കോർഡഡ് ആയിരിക്കും, ലൈവ് ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് കയറിയപ്പോൾ അവരെ ക്ലാസ് കണ്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അടിപൊളിയാണെന്ന് മനസ്സിലായി. അവരെ ഒപ്പം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തുന്ന ഉറപ്പായി എനിക്ക്. പക്ഷെ നമ്മൾ എത്തണം, പോണം, അതിനുള്ള മനസ്സ് നമ്മളായിട്ട് വരുത്തണം. അപ്പൊ എന്ത് ചെയ്യാ, അത്ര മൈൻഡ് ഡൗൺ ആയവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എല്ലാം നമ്മുടെ ഇപ്പം മൂവീസ് കാണാൻ പോവുക, ഷോപ്പിങ്ങിന് പോവുക, വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്ത് ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. നമ്മുടെ ഇരിക്കുന്ന സ്ഥലം, പഠിക്കാൻ ഇരിക്കുന്ന സ്ഥലം, അറ്റ്മോസ്ഫിയർ ഒക്കെ എന്ത് ചെയ്യുക, അടിപൊളി സെറ്റാക്കി സ്റ്റിക്കിനോടൊക്കെ കുറച്ച് അവിടെ ഇവിടെ ഒട്ടിച്ച് വെച്ചാൽ തന്നെ നമുക്ക് അത് വായിക്കാൻ തോന്നും. ചിലപ്പോൾ ഇത് എൻ്റെ സ്പേസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ ഇരിക്കാൻ തോന്നും. അറ്റ് എ ടൈം ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾ പഠിക്കാണ്ടിരിക്കുക, വേറെ വേറെ മാറി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സിറ്റ് ഔട്ടിൽ പോയിരുന്ന് പഠിക്കുക, ടെറസിന്റെ മേലെ പോയിരുന്ന് പഠിക്കാം, നടന്ന് പഠിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് വരും. ഓക്കെ, അതായത് മൈൻഡ് നമ്മളെ ഒപ്പം കൊണ്ടുപോവുക, മുന്നോട്ട് പിന്നോട്ട് വിടരുത്. ഒപ്പം തന്നെ മൈൻഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നല്ലോണം ഇരുന്ന് പഠിക്കാൻ പറ്റും. ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം 2 ദിവസമായിട്ട് എനിക്ക് മൈൻഡ് ഉണ്ടായിരുന്നില്ല, പഠിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് മോട്ടിവേഷൻ വീഡിയോസ്, അതുപോലെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിൽ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ടാവും. റാങ്ക് വാങ്ങിച്ചവരുടെ കാര്യം കേൾക്കണതായിരിക്കും ഒന്നും കൂടെ നല്ലത്, അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നതൊന്നല്ല കേട്ടോ. ഇനിയിപ്പോ ഒരുപാട് പേര് അങ്ങനെ കമന്റ് ഇടരുത്. ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു കാര്യം, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, മോട്ടിവേഷൻ വീഡിയോസ്, റാങ്ക് വാങ്ങിച്ചവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പഠിക്കാൻ തോന്നും. ഞാനിപ്പോൾ അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ വോയിസ് ഞാൻ കൊടുക്കുന്നത്. എന്താ പറയുക, ഒരു മോട്ടിവേഷൻ, അവർ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കുക. പക്ഷെ നമുക്ക് എല്ലാവരുടെയും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഫോളോ ചെയ്യുക. അവരെ നിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്ത് വെക്കുക. അവർ പറയും, അവർ ചില വീഡിയോസിൽ പറയും അവർ രാത്രി പഠിച്ചിട്ടുണ്ട്, ഉറക്കമില്ലാണ്ട് പഠിച്ചിട്ടുണ്ട്. ചിലവർ പറയും ഉറക്കം ഒഴിച്ചിട്ടൊന്നും പഠിച്ചിട്ടില്ല. 10 ടു രാത്രി 10, രാവിലെ ഒരു 8 മണി അങ്ങനെയൊക്കെ പഠിക്കുന്നവരൊക്കെ ആയിരിക്കും. അതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാം. നമ്മുടെ മനസ്സും എന്താ പറയുക, അതിനോട്ട് എത്തിക്കുക. നമ്മൾ പഠിക്കുകയാണ്, നമുക്ക് എന്തിനു വേണ്ടിയാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ എനിക്കൊരു ജോലി വേണം, ഈ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരു ജോലി വേണം. നമ്മൾ സൊസൈറ്റി അതിജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി എന്തായാലും മസ്റ്റായേ പറ്റുള്ളൂ. പിന്നെ നമ്മളെ താഴ്ത്തി കെട്ടിയവരെ മുന്നിലൊന്ന് നമുക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കാനുള്ള ഒരു വഴിയാണ് നമുക്ക് ഈ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ കാര്യം,
ഈ വരണ 21-ാം തീയതി നമ്മുടെ ദീപാവലിയുടെ പിറ്റേ ദിവസം എൻ്റെ ബ്രദർ ഇൻ ലോ ആണ് ക്ലാസ് എടുക്കുന്നുണ്ട് മെഡിറ്റേഷനെ പറ്റി. നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാത്തവർക്കും അല്ലെങ്കിൽ ആ ആ, കുറച്ചൊക്കെ ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഈ വരുന്ന 21-ാം തീയതി എൻ്റെ ബ്രദർ ഇൻ ലോ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്ക് വേണിച്ചാലും ഷെയർ ചെയ്യാം. ഒരു 1.5 അവർ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 7 ഡേയ്സിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. 21-ാം തീയതി ഫ്രീ ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.